എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ. ചെങ്കടലിൽ നിന്ന് കപ്പലുകൾ വന്നിറങ്ങിയിരുന്ന ആ പുരാതന മുസരീസ് തുറമുഖത്ത് അദ്ദേഹം ഭാരതത്തിലെ ആദ്യ ചുവടുവെച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ആത്മീയ യാത്ര കേരളത്തിലെങ്ങും കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവിതാംകോട് എന്നിങ്ങനെ ക്രൈസ്തവ കൂട്ടായ്മകൾക്ക് തിരിതെളിച്ചു. 20 വർഷത്തെ തന്റെ പ്രേഷിത ദൗത്യത്തിനൊടുവിൽ തോമാസ് ലീഹ ചേരരാജ്യത്തിലെ മൈലാപ്പൂരിൽ വെച്ച് AD 72 രക്തസാക്ഷിത്വം വരിച്ചു. ആ മരണത്തിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 3 ദുഃഖ്രാന. കേരള മണ്ണിൽ സുവിശേഷത്തിന്റെ ആദ്യ വിത്തുകൾ വിതച്ച വിശുദ്ധ തോമാസ് ലീഹായുടെ പാദസ്പർശമേറ്റ 7 പള്ളികളിലൂടെ വിശ്വാസത്തിന്റെ ചരിത്രം തേടി ഒരു ആത്മീയ യാത്ര, തീർത്ഥയാത്ര. ശിഷ്യനായ തോമാസ് ലീഹയുടെ പാദസ്പർശമേറ്റ മണ്ണിലൂടെയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകോടാണ്. വലിയ ചരിത്ര പ്രാധാന്യമുള്ള കുളച്ചൽ തീരത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സ്ലീഹായ സ്ഥാപിതമായ 7 പള്ളികളിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. ചേട്ടാ, സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ അതെ അതെ അണ്ണാ, തോമയാർ കോവിലേക്ക് എത്ര ദൂരമുണ്ട്? 1 കിലോമീറ്റർ. ഓക്കെ. ഓക്കെ അണ്ണാ, താങ്ക് യു. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട പള്ളികളെക്കാളും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതി. പഴയ പള്ളി അങ്ങനെ തന്നെ നിർത്തിയേക്കുവാണെന്ന് തോന്നുന്നു. നല്ല പീസ്ഫുൾ ആയിട്ട്. ശുദ്ധ മാർത്തോമാസ് ലീഹ തമ്പുരാനെ പെറ്റമ്മയുടെ പേരിൽ വെച്ച തിരുവിതാംകോട്ടെ അരജപ്പള്ളി. നമസ്കാരം ചേട്ടാ. നമ്മള് 7 പള്ളികളിലുള്ള ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ അരപ്പള്ളി കാണാൻ വന്നതാട്ടോ. ഞാൻ ഇവിടത്തെ പറഞ്ഞു തരാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ വന്നത് ഇത് തോമയാർ കോവിലാണ്. AD 63 തോമസ് ലീഹായാൽ കട്ടപ്പെട്ട പള്ളിയാണ് ഈ ഇത്. തോമയാർ വെച്ച കാലത്ത് 2 ഇവിടെ കാണുന്നുണ്ടോ? 2 നടുവിൽ കാസായും പിലാസായും 2 പക്കവും 2 ഏഞ്ചൽസ് കാണുന്നുണ്ടോ? മനസ്സിലായി? ഇവിടെ രാജമുദ്ര ഇവിടെ ഉണ്ട്. ഇതാണ് അപ്പോഴത്തെ കാലത്തെ രാജമുദ്രയാണ്. രാജമുദ്ര പള്ളിയിൽ എന്താ രാജമുദ്ര എന്ന് വെച്ചാൽ പള്ളിയിൽ ഈ രാജാവ് ദാനമായിട്ട് കൊടുത്ത സ്ഥലമാണ്. രാജാവിന്റെ പെർമിഷനോടെ വെച്ച പള്ളി. അപ്പൊ അവരുടെ ഒരു മുദ്രയാണ്, അതാണ് രാജമുദ്ര എന്ന് പറയുന്നത്. വരി, നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോകാം. ആക്ച്വലായിട്ട് പള്ളി അന്നത്തെ കാലത്തിൽ ഇതുവരെ ഈ കല്ലും ആ കല്ലുമായിട്ടാണ് ഇരുന്നത്. ഇതിന്റെ ഇപ്പുറം പോർച്ചായിട്ട് എന്ന് വെച്ചാൽ തുറന്നിട്ടിരുന്ന് അത് പിന്നീട് നമ്മൾ കെട്ടിയടച്ച് അങ്ങനെ എടുത്തതാണ്. ഇത് യെരുശലേം ദേവാലയത്തിന്റെ കണക്കിലാണ് കെട്ടപ്പെട്ടുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ പ്രകാരം വിശുദ്ധ സ്ഥലം, മഹാവിശുദ്ധ സ്ഥലം, അങ്ങനെ. ഇത് തോമസ് ലീഹയുടെ തിരുശേഷിപ്പാണ്.
ഈ കല്ലുകളെല്ലാം തോമസ് ലീഗ കൊത്തി വെച്ചതാണ്. പ്രത്യേകിച്ചും ഒരു കുരിശ്. ആ കുരിശാണ് ഈ തോമസ് ലീഗയുടെ കൈകൊണ്ട് കൊത്തിയ കുരിശാണ്. ഇത് ഒരു ക്രിസ്ത്യൻ ദേവാലയം എന്നതിൻ്റെ കൺഫേം ചെയ്യപ്പെട്ടത് ഈ കുരിശാണ്. ഈ വിളക്ക് കെടാവിളക്കാണ്. എന്നുവെച്ചാൽ ഈ എണ്ണ തീരെ എണ്ണ ഒളിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും അണയാതെ കൊണ്ട് സൂക്ഷിച്ച് കാത്തുകൊണ്ടിരിക്കും. കെടാവിളക്കാണ്. അതുപോലെ ഈ കതവ് കണ്ടോ, ഈ ഹൈറ്റ് കുറച്ചാണ് ഇരിക്കുന്നത്. ഇത് തോമസ് ലീഗ വെച്ചപ്പോൾ വെച്ചതാണ്. എന്നുവെച്ചാൽ നമ്മൾ പള്ളിയുടെ അകത്ത് വരുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് പള്ളിയുടെ അകത്ത് വരണം. അതിനു വേണ്ടിയാണ്. ഈ കിണർ 2000 വർഷം പഴക്കമുള്ള കിണറാണ്. ഈ കിണറ്റിൽ ഇതുവരെ വെള്ളം വറ്റിയിട്ടേ ഇല്ല. ഇത് തോമസ് ലീഗ ഉപയോഗിച്ച കിണറാണ്. ഈ കിണറ്റിൻ്റെ വെള്ളം എടുത്തുകൊണ്ട് പോയി രോഗികൾക്ക് കൊടുത്തിട്ട് രോഗശാന്തി കിട്ടിയതായിട്ട് നിറയെ പേര് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ ഇരിക്കുന്ന കല്ലുകളൊക്കെ എന്താ, ഇവിടുത്തെ പുരാവസ്തുക്കളാണ്? അതെ, പണ്ടുള്ളതാ. ഇതിൽ വെള്ളം വച്ചിരിക്കും. ആ വെള്ളം എടുത്ത് ഇതിൽ കാല് കഴുകിയിട്ട് അകത്തോട്ട് കയറി പോകാൻ പണ്ട് യൂതമുറപ്പടി അങ്ങനെ ചെയ്യുന്നു. ഇതിൽ കല്ല് തട്ടിയ മണി സൗണ്ട് കേൾക്കും. അങ്ങനെയുള്ള കല്ലാണ്. ഇവിടെ ഈ തോമസ് ലീഗ 5 വർഷക്കാലം ഇവിടെ ജീവിച്ചതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇവിടെ ഒരു മണ്ണ് ചോരാട്ടിരുന്നു. ഇതിപ്പോൾ ഈ റോഡൊക്കെ മാറി വന്നതുകൊണ്ട് അതിൽ ഒരു കൽവെട്ട് വെച്ചിരിക്കുന്നു. നമുക്ക് നല്ലൊരു മ്യൂസിയം ഇവിടെ ഉണ്ട്, അത് കാണിച്ചു തരാം. വരി. ഇത് തോമസ് ലീഗയുടെ കാലത്തുള്ള മാംസ തൊട്ടിയാണ്. ഒറ്റ കല്ലുകൊണ്ട് പണിയപ്പെട്ട മാംസ തൊട്ടി. ഇത് പഞ്ചലോഹം കൊണ്ട് ചെയ്യപ്പെട്ട തൂവക്കുറ്റിയാണ്. ഇത് പോർച്ചുഗീസുകാർ അന്നത്തെ കാലത്തിൽ പ്രസന്റേഷൻ ചെയ്തതാണ്. അതുപോലെ ഇവിടെ ഇത് ഈ കമ്മൂനിയനൊക്കെ വയ്ക്കുന്ന മേശയാണിത്. ഇതും പോർച്ചുഗീസുകാർ പ്രസന്റേഷൻ ചെയ്തതാണ്. ഇതെല്ലാം ഈ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക പാവയുടെ ചിത്രങ്ങളാണ്. ഇത് അവരൊക്കെ ഉപയോഗിച്ച ആൽബങ്ങളും ബുക്കുകളും എല്ലാം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കും. ഇപ്പം റംബാച്ചൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കും. നിങ്ങൾ പള്ളിയിൽ പോയി അപ്പോൾ റംബാച്ചൻ വിശദീകരിച്ച് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഓക്കെ, സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ നമ്മള് തോമസ് ലീഹയുടെ 7 പള്ളികളിലോടുള്ള ഒരു യാത്രയിലായിരുന്നേ. അങ്ങനെയാണ് അവസാനത്തെ പള്ളിയായ അരപ്പള്ളിയിലേക്ക് വന്നത്. അച്ഛാ, തോമസ് ലീഹ ഈ നാട്ടിലേക്ക് വന്നതും ഈ ദേവാലയമൊക്കെ പണിതതും എപ്പോഴാണെന്നൊന്ന് പറയാമോ? AD 63 മർത്തോമാസ് ലീഹയോട് വരുന്നത്. മർത്തോമാസ് ലീഹ വരുമ്പോൾ 64 കുടുംബങ്ങളെ കൺവേർട്ട് ചെയ്തിട്ടുള്ളവരെ കൊണ്ടാണ് ഇവിടെ വരുന്നത്. അന്ന് തിരുവിതാംകോട് എന്ന് പറഞ്ഞാൽ വലിയ വനമായി. മർത്തോമാസ് ലീഗ ഇവിടെ ഇവരെ കൺവേർട്ട് ചെയ്തുകൊണ്ട് 64 കുടുംബങ്ങളെയും കൺവേർട്ട് ചെയ്ത് ഇവിടെ വന്ന് അന്ന് ചേര രാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു. അന്നത്തെ രാജാവിൻ്റെ പേര് നെടുഞ്ചേരലാതൻ എന്നായിരുന്നു. അപ്പോൾ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് രാജാവ് ഈ 64 കുടുംബങ്ങൾക്ക് താമസിക്കുവാനും അവർക്ക് ആരാധന അണയ്ക്കുവാനും തക്കവണ്ണമുള്ള സൗകര്യങ്ങൾ 300 ഏക്കർ സ്ഥലം കൊടുത്തെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. കരവഴിയായിട്ട് കൊടുത്തു. അപ്പോൾ ഈ 64 കുടുംബങ്ങളെ പറ്റി പറയുന്നത്, അവരെ പറ്റി അവർക്കൊരു പേരുണ്ട്, തരീസായിക്കൾ എന്നാണ്. തരീസായിക്കൾ എന്ന് പറഞ്ഞാൽ ത്രീസായി എന്നുള്ളതാണ്. പിതൃപുത്ര പരിശുദ്ധൻ തരീസായിക്കൾ. അപ്പോൾ ആ തരീസായിക്കളെ ഇവിടെ താമസിച്ച് അവരുടെ പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി അറിയപ്പെടുന്നത് തരീസായി പള്ളി എന്നറിയപ്പെടും, സിറിയൻ കോവിൽ എന്നറിയപ്പെടും, തോമയാർ കോവിൽ എന്നറിയപ്പെടും. ഇങ്ങനെ പല പേരുണ്ട്. ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയപ്പെടത്തില്ല. എന്നുവെച്ചാൽ ഇവിടെ അറിയപ്പെടുന്നത് തോമയാർ കോവിൽ, തമിഴിൽ അരപ്പള്ളി. അപ്പം ഈ 64 കുടുംബങ്ങളുടെ ഒരു കുടുംബം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം വടക്കോട്ട് പോയി.
തിരുവനന്തപുരം, കുണ്ടറ, കൊട്ടാരക്കര, കായംകുളം, മാവേലിക്കര, തിരുവല്ല, കോട്ടയം, പിറവം, പെരുമ്പാവൂർ, ബത്തേരിലുമൊക്കെ ഉണ്ട്. മലബാർ പ്രദേശങ്ങളിലൊക്കെയും ഈ തിരുവിതാംകോട്ടുകാർ താമസിക്കുന്നുണ്ട്. അവരുടെ ബന്ധപ്പെട്ടവരിവിടെ ഇടയ്ക്കൊക്കെ അന്വേഷിക്കുകയും കടന്നു വരികയും നേർച്ചകൾ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഒരു കുടുംബം, തെക്കേ വീട്ടിൽ എന്ന് പറഞ്ഞൊരു കുടുംബം മാത്രമേ അവശേഷിച്ചു. അവരൊരു 3-4 വീട്ടുകാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതാണ് ഇവിടുത്തെ. അപ്പോൾ ഇതൊരു പാരിഷ് ചർച്ചാന്ന് ചോദിച്ചാൽ പാരിഷ് ചർച്ചാണ് ആ സ്റ്റാറ്റസിൽ പോകുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാവായുടെ നേരിട്ടുള്ള ഭരണത്തിലാണ്. അങ്ങനെ ഒരു കൗൺസിൽ ആണ് ഇതിൻ്റെ ഭരണ സംവിധാനങ്ങൾ രൂപീകരിച്ചു വന്നത്. അച്ഛാ, തോമസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികളാണല്ലോ ഉള്ളത്. അതില് അരപ്പള്ളിയാണല്ലോ ഈ ദേവാലയം. ഈ ദേവാലയത്തിൽ എങ്ങനെയാ അരപ്പള്ളി എന്ന് പേര് വന്നേ? ഈ അരപ്പള്ളി എന്നറിയപ്പെടുന്നത് രാജാവ് ദാനം ചെയ്ത സ്ഥലത്ത് രാജ അനുമതിയോടുകൂടി പണിതുകൊണ്ടാണ് ഇതിനെ അരജപ്പള്ളി എന്ന് പറയുന്നത്. അരജൻ രാജാവ്, അരമന രാജാവിൻ്റെ അരയാൽ രാജവൃക്ഷം, അതാണ് അര എന്ന് വന്നത്. അത് ലോപിച്ചാണ് അരപ്പള്ളി എന്ന് പറയുന്നത്. നമ്മൾ ചില സ്ഥലത്തെ പറ്റി നമ്മൾ പറയുന്നത് ഈ തിരുവിതാംകോട്, നമ്മൾ പറയുമ്പോൾ തിരുവാങ്കോട് എന്നുള്ളൊരു സംസാരം പോലെ അരപ്പള്ളി. ദ റോയൽ ചർച്ച് തിരുവിതാംകോട് എന്നാണ് സർക്കാരിൻ്റെ ബോർഡുകളിലൊക്കെ ഇവിടെ വഴിയിലിരുന്നത്. ദ റോയൽ ചർച്ച് തിരുവിതാംകോട്, രാജകീയ പള്ളി എന്നാണ്. മനസ്സിലായല്ലോ? അതാണ്. അതല്ല മുറിയും പകുതിയും ഒന്നുമല്ല. നമ്മൾ പലരും പറയുന്നതും അറിയപ്പെടുന്നതൊക്കെ പണിത് വന്നപ്പം മർത്തോമാസിലെ അങ്ങോട്ടങ്ങ് ഓടിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി പണിതാലൊന്നും പള്ളിയാകുകയില്ല. പള്ളി പണിത് വെഞ്ചരിപ്പ് നടത്തി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴേ പള്ളിയാകുന്നുള്ളൂ. മനസ്സിലായി? അതാണ് അരപ്പള്ളി എന്ന് പറയുന്നത്. തോമാസ് ലീഹ ഇവിടെ വന്ന് പള്ളി പണിതു എന്നുള്ളത് ശരിയാണ്. മർത്തോമാസ് ലീഹ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പള്ളികളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ളതാണ്. എല്ലാ പള്ളികളും ഇതും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. ഇവിടുത്തെ ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ചിട്ട് നോക്കിയാൽ തോമാസ് ലീഹയുടെ കൈക്കൊരു പ്രത്യേകതയുണ്ട്. കർത്താവിൻ്റെ വിലാപ്പുറത്ത് തൊട്ടു എന്നുള്ളതാണ്. ആണ്ടവരെ തൊട്ട കൈ കൊണ്ട് കെട്ടപ്പെട്ട ആലയമാണ് എന്ന് എന്നോട് ചില സ്ത്രീകളുമൊക്കെ ഇവിടെ എന്നോട് ഞാൻ ആദ്യം വന്നപ്പം പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് അതിന് അവരെങ്ങനെ മുത്തം വെച്ച് പ്രാർത്ഥിക്കുവാനും വലിയ ശക്തിയുണ്ടെന്ന്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഈ പഴയ സ്ട്രക്ചറാണ്. മറ്റുള്ള പള്ളികളെ നിങ്ങളെല്ലാ പള്ളികളിലും പോയി ആ രീതിയിലല്ല ഇവിടെ കാണുന്നത്. അന്നുള്ള ആ സ്ട്രക്ചറാണ്. ഞാനിത് ആർക്കിയോളജിക്കൽ വകുപ്പിൽ നോക്കിയപ്പോൾ 1850 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. എന്നോട് ജർമ്മനിയിൽ നിന്ന് വന്ന ഒരാളെ പറയുകയുണ്ടായി. 1954 പെരുന്നാളാണ് കഴിഞ്ഞ പുതിയ ഞായറാഴ്ച ആഘോഷിച്ചതാണ്. അപ്പോൾ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം മർത്തോമാസ് ലീഹ സ്ഥാപിച്ചിട്ടുള്ള പള്ളി, ആ കല്ലുകൾ, ആ കൂറ്റൻ കരിങ്കല്ലുകളും കൂറ്റൻ തൂണുകളും അതുപോലെ തന്നെ ഒരുപാട് കൊത്തുപണികൾ, ചെറുതായിട്ടുള്ള കൊത്തുപണികളുണ്ട്. മദ്ബഹായുടെ ഇരുവശങ്ങളിലായിട്ട് കിളിവാതിലുകളുണ്ട്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ്, യെരുശലേം ദേവാലയത്തിൻ്റെ മെഷർമെൻറ്റാണ് ഇതിൻ്റെ കണക്ക്. ഇന്ന് കാണുന്ന പള്ളിയിൽ പഴയ ആ സ്ട്രക്ചറുമായിട്ട് വ്യത്യാസമൊന്നും ഇല്ല എങ്കിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അന്ന് മേൽക്കൂര കല്ലായിരുന്നു. അതാണ് അതിൻ്റെ ഗാഡി ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അത് കല്ലിങ്ങനെ പാകിയിരിക്കുമായിരുന്നു. ആ കല്ലുള്ള ഇതിനെ ഇന്ന് കാണുന്ന ഒരു കുരിശും കൂടെ ഒന്നും അന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു ക്രിസ്ത്യൻ ദേവാലയമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കുരിശാണ്. ഇതൊരു ക്രിസ്ത്യൻ ദേവാലയമാണെന്നാണ്. ഇത് മാർത്തോമാസ് ലീഹയുടെ കൈകളാൽ കാർവ് ചെയ്തപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കുരിശിൻ്റെ ഇന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കുരിശ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ വരുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ കുരിശെ തൊട്ട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ടാണ് ഇതിൻ്റെ റിനുവേഷൻ നടത്തുന്നത്. അതൊന്നും റിനുവേഷൻ അല്ല, പ്രിസർവ് ചെയ്ത് വെച്ചെന്നുള്ള ഈ പള്ളി പഴമ കളയാതെ തന്നെ അതെല്ലാം അതിൻ്റെ പോയ വശം എല്ലാം റെഡിയാക്കി അതെല്ലാം ഭംഗിയായിട്ട് ഇപ്പോൾ ഈ പുതിയ കല്ലുകളൊക്കെ ഇതിനകത്തുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള ഇതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇടയ്ക്കുള്ളതെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തപ്പോൾ വിസിറ്റേഴ്സിന്
അനുവദിച്ചിട്ടില്ല എങ്കിലും ആളുകൾ എങ്ങനെങ്കിലും ഇതിനകത്ത് കടന്നു വന്ന് ഈ കുരിശെ തൊട്ട് പ്രാർത്ഥിക്കും. ഒരുപാട് അത്ഭുതങ്ങളുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ മറ്റുള്ള സ്ഥലത്തെ പോലല്ല, ഇവിടെ ഒരു ചെറിയ സ്ഥലമാണ്. റഷുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. ഇവിടെ വരുന്നവർ ഈ മൂലയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും മുട്ടുമ്മ എന്നിട്ട് കണ്ണുനീട് പ്രാർത്ഥിച്ച് കുരിശെ തൊട്ട് പ്രാർത്ഥിച്ച് മാർ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് പ്രാർത്ഥിച്ച് കാണിക്ക വല്ലതും ഉണ്ടെങ്കിൽ അത് ഇടുകയും ചെയ്താണ് ഇവിടുത്തെ ഒരു പതിവെന്ന് ആളുകൾ വന്ന് ഒരു ദിവസം 2-3 പ്രാവശ്യം വന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. യഥാർത്ഥ തിരുശേഷിപ്പെന്ന് പറഞ്ഞാൽ ഈ പള്ളിയാണ്. ഇങ്ങനെ ഒരിടത്തും പള്ളിയില്ല. എന്നുവെച്ചാൽ നമ്മുടെ എല്ലാ പള്ളികളും ഒന്നിലധികം പ്രാവശ്യം, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നിലധികം പ്രാവശ്യം പൊളിച്ചു പണിതിട്ടുള്ളൂ. ആ സ്ഥലത്തും ആ പ്രദേശത്തുമായിട്ടൊക്കെ ചിലത് കാണുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അതേ പള്ളി തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഒന്നും നമുക്കിവിടെ കാണാനില്ല. ആളുകളുടെ വരവോ കച്ചവടക്കാരോ ബഹളങ്ങളോ ഒന്നുമില്ലായെങ്കിലും ഇതൊരു അത്ഭുതമുള്ളൊരു മഹാപരിശുദ്ധ സ്ഥലമുണ്ട്. ഇതിനെപ്പറ്റി സാധാരണ ജനം പറയുന്നത് പവർഫുൾ പ്ലേസ് എന്നാണ്. ഇതുപോലെ അത്ഭുതമുള്ളത് തമിഴിൽ തിരുത്തലം എന്നാണ് പറയുന്നത്. ഈ തിരുത്തലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ അനേക ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന ഞായറാഴ്ച ദിവസങ്ങളിലും മാറാനായ പെരുന്നാളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള ആളുകളും ഈ കുർബാനയിൽ വന്ന് സംബന്ധിക്കും. അതുപോലെ തന്നെ യാമങ്ങൾ തോറും മുടങ്ങാതെ പ്രാർത്ഥനയുണ്ട്. അതിനൊക്കെയും ഈ ദേശത്തുള്ളവരും വരുന്ന ആളുകളൊക്കെ സംബന്ധിക്കുകയും ഉണ്ട്. പ്രധാനമായിട്ടും ഇവരിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കുരിശുമൂർത്തി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. അതിൻ്റേതായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന മഹാപരിശുദ്ധ സ്ഥലമാണ് തിരുവിതാംകൂർ. അച്ഛാ, ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ടും ഞങ്ങളുടെ അറിവിലേക്കും വേണ്ടി ചോദിക്കുക, ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ഇവിടെ ഞായറാഴ്ച ദിവസം ധാരാളം ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുർബാനയ്ക്ക് എല്ലാ സഭാവിഭാഗങ്ങളിലുള്ള ആളുകൾ വരും. അതല്ലാതെ രാത്രി 10 മണി വരെയും ആളുകൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു പോകും. ആ ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞൊക്കെ ഒരുപാട് ആളുകൾ വരും. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് 10-50 പേര് കുറഞ്ഞു തന്നെ പ്രാർത്ഥനയ്ക്ക് തന്നെ കാണും. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് പോകും. വെള്ളിയാഴ്ചയും ഒരുപാട് ആളുകൾ വരുന്നത്. ഈ 2 ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഇവിടെ നടക്കുന്നതായിട്ടുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകും. എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇവിടെ വന്നാൽ ഇതൊരു മാർ തോമാസ് ശ്ലീഹായുടെ കൈകൊണ്ട് പണിതിട്ടുള്ള ഒരു തിരുത്തലമാണ് എന്ന ബോധ്യത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ഇവിടെ കിട്ടും. ഈ കുഞ്ഞുങ്ങളുടെ പരീക്ഷയൊക്കെ സന്ദർഭമാകുമ്പോഴും ഇവിടെ എത്രയോ ആൾക്കാർ ഇവിടെ കടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ പള്ളിക്ക് ചുറ്റും വലം വെക്കുന്നതായിട്ടുണ്ട്. ഇങ്ങനെ മുട്ടയെ നടക്കുന്നതായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വലിയൊരു നേർച്ചയാണ്. ഈ ഭാഗത്ത് നിന്ന് മെഴുകുതിരി വാങ്ങിച്ച് അത് ദേഹം ഉഴിഞ്ഞിട്ട് തടവിയിട്ട് അത് പിന്നെയും പ്രാർത്ഥിച്ചിട്ട് അത് കത്തിക്കും. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്. അത് 100%. എന്തിനാണെന്ന് വെച്ചാൽ ദേഹവേദനയ്ക്ക്, നമ്മുടെ മുട്ടുവേദന, കായിക വേദന, കാലുവേദന, ഉദരങ്ങളായ അസുഖങ്ങൾ എന്തെങ്കിലും അതിനെ കണ്ണുനീരോടെ അവർ പ്രാർത്ഥിച്ച് അവിടെ കത്തിച്ചു. അത് വലിയൊരു നേർച്ച. ഒരു 100 ആൾ വന്നാൽ 90 ആളുകളും തിരി വാങ്ങിച്ച് അല്ലെ തിരി കൊണ്ടുവരും. വീട്ടിലേക്ക് ഇവിടുന്ന് വാങ്ങിച്ച് അത് കത്തിക്കുന്നു. രണ്ടാമതായിട്ട് ഇവിടെ മാസിന് പേര് കൊടുക്കും. അവരുടെ നിയോഗം പറഞ്ഞ് മാസിന് പേര് കൊടുക്കും. ആ മാസിന് പേര് കൊടുത്ത് പോരുക തന്നെ അല്ല, മാസം ഇവിടെ കുർബാനയ്ക്ക് ഓർക്കുമെങ്കിൽ തന്നെയും അത് ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന. ഇവിടെ 7 നേരവും പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകളിലെല്ലാം തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അവർ വരുന്ന ആളുകൾക്കും ഓരോരുത്തരുടെ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ ഈ കുർബാനയ്ക്ക് പേര് കൊടുക്കുന്നവരുടെ ഒക്കെ ഓർക്കാൻ വേണ്ടി വീണ്ടും അവർ ആ റിസിറ്റ് എൻ്റെ കയ്യിൽ തന്നേച്ചു പോകുന്നു പ്രാർത്ഥന. അവർക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ അവിടെ നിന്നൊക്കെ വരുന്നവർ വീണ്ടും വിളിച്ച് എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുണ്ട്. നിങ്ങൾ
നല്ലതുപോലെ പ്രാർത്ഥിച്ചേ പോകാവൂ. എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് നല്ലതുപോലെ പോകുമ്പോൾ പ്രാർത്ഥിച്ചു പോകും. എനിക്ക് പറയാനുള്ള ഭാരതത്തിൽ ക്രൈസ്തവരുണ്ടാകുന്ന മാർത്തോമാശ്ലീഹയുടെ വരവോട്. അപ്പം ഭാരതത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച മാർത്തോമാശ്ലീഹയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് തിരുവിതാംകോട്ടെ പള്ളി എന്നുള്ളത്. അത് മറക്കാൻ പറ്റത്തില്ല നമുക്ക്. കന്യാകുമാരി പ്രദേശം, കന്യാകുമാരി ജില്ല എന്ന് പറഞ്ഞത് ഹോളി പ്ലേസാണ്. കാരണം മാർത്തോമാശ്ലീഹ പലയിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തെക്കാട്ടി ഫലപുഷ്ടിയുള്ള സ്ഥലമാണ്, വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, ഈ കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ഏരിയ ആണ്. കാരണം വെച്ചാൽ ഇവിടെ വലിയൊരു വിശുദ്ധൻ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ അതിനകത്ത് വിശേഷിക്കുന്നത്. അപ്പം തിരുവിതാംകോട്ട് പള്ളി മാർത്തോമാശ്ലീഹ ഭാരതത്തിൽ വന്നിട്ടുള്ള തെളിവാണ്. ഇത് ഭാരതസഭയ്ക്ക് കാലം കാത്തു വെച്ചിരുന്ന വിലപ്പെട്ട നിധിയാണ് തിരുവിതാംകോട്ട് പള്ളി. നിങ്ങളുടെ സൗകര്യവും സന്ദർഭവും അനുസരിച്ച് വീണ്ടും വീണ്ടും വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരെ അറിയിക്കുവാൻ തക്കവണ്ണം ഈ ചാനൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അങ്ങനൊരു ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്ത് ഇത് ലോകത്തെ അറിയിക്കാൻ തക്കവണ്ണം അതൊരു ബ്ലെസ്സിങ് ആണ്, ഒരു സുവിശേഷമാണ്. നിങ്ങളെയും ചാലഞ്ച് പ്രസ്ഥാനത്തെയും പ്രവർത്തനത്തെയും എല്ലാം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. മാർത്തോമാശ്ലീഹയുടെയും തമ്പുരാനെ പറ്റി അമ്മയുടെയൊക്കെ മധ്യസ്ഥ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനാ വിശ്വാസദീപം തെളിച്ചവനേ. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനായി വിശ്വാസദീപം തെളിച്ചവനേ. അനന്തമാം സ്നേഹം തൊട്ടറിഞ്ഞവൻ നീ, ആ സ്നേഹ ചൈതന്യം പകർന്നിടണേ. അനന്തമാം സ്നേഹം തൊട്ടറിഞ്ഞവൻ നീ, ആ സ്നേഹ ചൈതന്യം പകർന്നിടണേ.